കുറേ നാളുകൾക്ക് ശേഷം ബ്ലോഗ്സ് ട്രൈ ആയിട്ട് വന്നേക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറേ നാളെ ബ്ലോഗ്സ് ട്രൈൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ബ്ലോഗ്സ് ട്രൈ ആയിട്ട് വന്നേക്കണം. പിന്നെ ഞാൻ അന്ന് വീഡിയോ ഇട്ടാണ് ഏപ്രിൽ ഇതിൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വെച്ചപ്പോൾ കുറേ ബില്ല് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മളെ ഹോട്ടലാണ്. നമ്മൾ എല്ലാവർക്കും റൂമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഇത് ബീച്ച്. ഇവിടെ എന്തോ പണി ഉണ്ടാക്കാൻ അതായത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഇവിടെ മേലെ റൂമൊക്കെ പണിത്. ഇവിടെ സ്റ്റോറേജ് റൂം, പിന്നെ ഇവിടെ ഇത് തീഫ് ഗെയിമിൻ്റെ റൂം, പിന്നെ ഇത് മോസസിൻ്റെ റൂം, അതായത് എൻ്റെ ചേട്ടൻ്റെ, പിന്നെ ഡെഡ് ബാക്കറിൻ്റെ റൂം, പിന്നെ ഇത് ഗസ്റ്റ് റൂം. ഓക്കെ, അത് നമ്മളെ മൂന്നുപേരും, അതായത് എൻ്റെയും ബ്രൂട്ടോണിക്സിൻ്റെയും ബെൻസിൻ്റെയും റൂം അടിയിലാണ് പണി ചേർന്നത്. അതുകൊണ്ട് അടിയിൽ പണിയാൻ വിളിച്ചത്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇത് കിച്ചൺ, ഇവിടെ കിച്ചൺ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ബീറ്റിക്ക് എന്തോ ഐഡിയ ഉണ്ട്. അടിയിലെന്തോ ബീറ്റിക്ക് പണിയാൻ ഐഡിയ ഉണ്ട്. അവൻ പണിയെന്ന് പറഞ്ഞായിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ബിൽഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോ ഇടാനാണെങ്കിൽ എനിക്കങ്ങനെ സമയം കിട്ടിയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. മെയ്സാന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതൊക്കെ ഇതാരാ പണിതെന്ന് എനിക്കറിയില്ല. ഇത് ടിൻ ടവർ, ഇത് പണിഞ്ഞാണ്, മോസസ് പണിഞ്ഞാണ്. ഇപ്പോൾ ഇതിൽ റോക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്ലിച്ചടിച്ച് ചെറുതായിട്ട് മേലേക്ക്. മേലെ ഭാഗം പണി തീർന്നിട്ടില്ല. പണി തീരിപ്പം കാണിച്ചു തരാം. ഇവിടെ ടിൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതവിടെ പാർക്ക് ഓർഗനുണ്ട്. അതിന് മുമ്പായിട്ട് ബീറ്റ് കാണുന്നൊരു സംഭവം ഇതിൻ്റെ ബാക്കിൽ വന്നിരുന്നത്. ഗോൾഡൻ സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഇന്ത്യ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കഴിഞ്ഞിട്ടില്ല, ഒരു സിറ്റി വരികയായിരിക്കും ഇതിൻ്റെ മേലെ. അപ്പോൾ ഇവിടെ ബ്രൂട്ടോണിക്സിൻ്റെ പാർക്കോർ ഗ്രൗണ്ടാണ്. പാർക്കോർ ഗ്രൗണ്ടാണ്. ഇതാണ് ബെഡ്. നമ്മളെല്ലാവരും ബെഡാണ്. ബെഡുണ്ട്. ലാണ്ട് പാർക്കോർ. ഇതിൻ്റെ നമ്മൾ ഇത് വീഡിയോ ഇടാം പാർക്കോർ. പിന്നെ ഇത് എന്തോ ഇല്യൂഷൻ എന്നുണ്ടോ, ഗ്ലൈഡർ പിടിച്ചിട്ടെന്തോ ഉണ്ടോ, കണ്ണ് എന്തോ ഇല്യൂഷൻ പോലെയാണ്. ഞാൻ പോകുന്നിട്ട് ഇത് വെക്കാം. അതിങ്ങനെ ഇല്യൂഷനാണ്. അതൊക്കെയാണ്. പിന്നെ ഇതും ഇത് ശരിക്കുള്ള ഇല്യൂഷൻ. കണ്ണ് കണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ അന്ന് വന്ന ഗൺ ഷോപ്പാണ്. ഇവിടെ പിന്നെ ഹോസ്പിറ്റല് അന്ന് വന്നത് ബ്രൂട്ടോണിക്സ് ആണ്. പിന്നെ നമ്മൾ അന്ന് പടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആരോ പേര് പറഞ്ഞു കയറി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അത് കഥയാണ്. ഞാൻ കിട്ടിയിട്ട് പേരിട്ടി ഫേമസ് ലെമൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ നമ്മളെ ഇത് കയറിയിട്ട് ഈ റോഡും എല്ലാം ആ വീടൊക്കെ പൊട്ടിച്ചളഞ്ഞത്. നമ്മളിത് ഫസ്റ്റത്തെ വീട് നിങ്ങൾക്ക് ഓർക്കുവാണ്. മേലെയൊക്കെ ഇതൊന്നും റെഡിയാക്കിയിട്ടില്ല, പക്ഷെ ബാക്കി റെഡിയാക്കി. ഇതാ ഗൈസ്, ഇവിടെ പൊട്ടി കഴിയുന്നത് കാണാം. ഇത് പൊട്ടിച്ചേർന്ന് ഗൈസ്. അപ്പോൾ എൻ്റെ ഗൺ ഷോപ്പിൻ്റെ പകുതിയൊക്കെ പൊട്ടിക്കിടക്കുമായിരുന്നു. ഹോസ്പിറ്റലും ബീച്ചിൻ്റെ ഹോസ്പിറ്റലും പൊട്ടിക്കിടക്കുമായിരുന്നു. റോഡൊക്കെ പൊട്ടിയായിരുന്നു. ഇപ്പോൾ റെഡിയാക്കിയതാണ് ഗൈസ് നമ്മൾ. അത്ര വലിയതായിട്ട് പൊട്ടിച്ചില്ല, എന്നാലും അതൊരു പ്രശ്നമായിരുന്നു. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് കടന്നു ഗൈസ്. അങ്ങനെ കയറിയത്. ഇതൊന്നും അതാണ് ഗൈസ് അവൻ്റെ ഹോട്ടൽ, ബീച്ചിൻ്റെ ഹോട്ടലാണ് ഗൈസ്. ഇതൊക്കെ ബീച്ച് പണിയാണ്. പിന്നെ ഇവിടെ എന്തോ സംഭവം, ഇതൊക്കെ പൊട്ടിയാലും കിടക്കുന്ന എന്ത് സംഭവിക്കുക. എന്ത് ഷോപ്പാണ്. ഇതിൻ്റെ പണിയും തീർന്നിട്ടില്ല ഗൈസ്. ബീച്ച് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ ഒന്നും കൂടെ ഉണ്ട് കാണിക്കാൻ. ഇത് ലൈറ്റ് ഹൗസ്. ഞാൻ ഇതാക്കുമ്പോൾ ഉണ്ടായിരുന്നു അറിയില്ല. ഇതൊന്നും കേറ വൈബാണ്, അടിച്ച വൈബാണ്. ഇതാണ് സംഭവം. ലൈറ്റ് ഹൗസ് എന്നാലും പൊളി കേട്ടോ. ബോയ്സ് ഇതിനുള്ള ഭംഗിക്കായിട്ടാണ് പണിതിട്ടുണ്ട്. ഇതാണ് രസമുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ ഞാൻ നമ്മളെ ബിൽഡ് കാണിച്ചായിട്ട് വന്നു. അപ്പോൾ
പുറത്തിറങ്ങിയപ്പോ അയ്യോ നിങ്ങളോട് കയറി നോക്കാലോ. ഐസ് എന്നോട് ബീറ്റ് പറഞ്ഞായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറണ്ടാന്ന്. ഞാൻ ഇതിൻ്റെ മറന്നും പോയി. ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് വിചാരിച്ച. എൻ്റെ മോനെ ഇതെന്താ സംഭവം? എന്താ സംഭവം ഉണ്ടല്ലോ? മോനെന്താ സംഭവം? വീട്ടിൽ വീട്ടിലൂടെ പറഞ്ഞിരുന്നു അതിൻ്റെ ഉള്ളിലോട്ട് പോയ സംഭവം ഉണ്ടെന്ന്. എടാ എന്താ സംഭവം? അതിപ്പോ കണ്ട അവിടെ എന്തോ കണ്ടല്ലോ. ഞാനിപ്പോ അവിടെ എന്തോ കണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മൊത്തം സ്കെൽട്ടൻസ് എല്ലാം ഉണ്ട്. ഇവിടെ എന്തോ ഞാനിപ്പോ കണ്ട്. ഞാനിപ്പോ ഇവിടെ എന്തോ കണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും എനിക്കറിയില്ല. ഇവിടെ എന്തോ കണ്ടു. പിന്നെ ഇവിടെയും ഇവിടെ എന്തോ പ്രശ്നമില്ലല്ലോ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ആ ലൈറ്റ് ടവർ എന്തോ പ്രശ്നമാണ്. എന്താ പ്രശ്നം? അയ്യോ ഞാൻ കേവിൻ്റെ ഉള്ളിൽ ഒളിക്കാല്ലേ. ഇങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. ഇവിടുന്ന് നമ്മൾ കേവിൻ്റെ അടിയിലോട്ട് പോവാം. ഒളിക്കാം. ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. ടോർച്ചിൻ്റെ ഉണ്ടോ വയസ്സ്? വയസ്സിൻ്റെ ടോർച്ചില്ല. അപ്പോൾ കേവിൽ ഇങ്ങനെ സാധനം ഉണ്ട്. ഇത് ഇവിടെ ഒളിക്കാം വയസ്സ്. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടത്തേക്കൊന്ന് ഒളിക്കാം. ഇവിടെ ഒളിച്ചിരിക്കുക ഈ ഒരു ഭാഗത്ത്. ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ കേവലം എന്തായാലും മേലെ കുറേ ദൂരത്തേക്കാണ് വന്നത്. കുറച്ച് സ്കെൽട്ടൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും, പക്ഷെ അത്ര സീനില്ല. അയ്യോ ഞാൻ കുറച്ച് പണിയായപ്പോൾ നമ്മുടെ സിറ്റിയിൽ എന്താ പ്രശ്നമുണ്ട്. സിറ്റിയിൽ എന്താ പ്രശ്നമുണ്ട്.